മരിച്ചത് മുതലുള്ള യാത്ര നീണ്ട യാത്രയാ, വേഗം തീരുന്നതല്ല. അതുകൊണ്ട് ലഗേജിൽ അത്യാവശ്യ സംഗതികൾ ഉണ്ടാവണം. മരുസാഗറിലോ എറണാകുളം ഒക്കെയിലോ ട്രെയിൻ കയറി അജ്മീർക്ക് പോവാണെങ്കിൽ ആകെ ഒരു കുറച്ച് നേന്ത്രപ്പഴവും കുറച്ച് അവലും പിന്നെ ഒരു ക്യാനിൽ വെള്ളം എടുത്താൽ മതി. അവിടെ എത്തുമ്പോൾ കറക്റ്റ് അല്ലേ? അതേസമയത്ത് ഒരു 10 ദിവസത്തെ യാത്രക്ക് 2 നേന്ത്രപ്പഴവും ഒരു കുപ്പി വെള്ളം എടുത്ത് പോന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചാൽ മതി കേട്ടോ. അതാണ് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിനക്ക് അള്ളാഹുവിന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇബാദത്ത് ചെയ്താൽ മതി. എനിക്കങ്ങനെ അള്ളാഹിന് കൂടുതൽ ആവശ്യമൊന്നുമില്ല. അവിടെ ഇത്രയൊന്നും ഞാൻ അങ്ങനെ നിസ്കരിക്കാറില്ല. അത്ര മതി. ചില പ്രയോഗങ്ങളുടെ ശക്തിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ മഹാന്റെ വാക്കുകളുടെ ശക്തി നിങ്ങൾ ആലോചിക്കുക. നിനക്ക് അള്ളാഹുവിന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇബാദത്ത് ചെയ്താൽ മതി. മഹാൻ തന്നെ പറയുന്നുണ്ട്, നിനക്ക് നരകശിക്ഷ അനുഭവിക്കാൻ എത്ര ശക്തി ഉണ്ടോ അതിനനുസരിച്ച് തെറ്റ് ചെയ്തോളി. ആ വാക്കുകളുടെ ഒരു ശക്തി നോക്കുക. അതുപോലത്തെ ഒരു പ്രയോഗമാണ് പറയണത്, മോനെ യാത്ര നീണ്ടതാ, കയ്യിൽ ലഗേജ് ധാരാളമായിട്ടുണ്ടാവും. ലഗേജ് ഉള്ള മഹാന്മാര് കരയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഒരു ദുആ നടത്തും, തങ്ങളൊന്ന് ആമീൻ പറഞ്ഞേരോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞുതരാം, ഞാൻ ദ്വാരക്കട്ടെ. അബൂ ഹുറൈറക്ക് മെമ്മറി വർദ്ധിപ്പിക്കണേ അല്ലാഹ്, ആമീൻ. അങ്ങനെ അവർക്ക് മെമ്മറി വർദ്ധിക്കുന്നത് ഒരു കാരണം അതാണ്. ബുഖാരിയിൽ വേറെ ഉണ്ട്, നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. തങ്ങളുടെ മുഴുജിതത്വമുണ്ട്, അവിടുത്തെ ഇസ്തിഗാസയിലൂടെ കിട്ടിയ വലിയ ബർക്കത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ശേഷം ഒരൊറ്റ ഹദീസ് ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് അവിടുന്ന് പറയുന്നു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോ വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോ വുളു എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലും. ആ മഹാനവറുകൾ വഫാത്തിന്റെ സമയത്ത് കരയുമ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാ കരയണത്? അതിന് മഹാന്റെ മറുപടി, സഫരി തൊവീലുൻ, യാത്ര വലിയ യാത്രയല്ലേ പുറപ്പെടുന്നത്, വസാദി ഖലീൽ, എന്റെ കയ്യിൽ കരുത്തു സ്വത്ത് ലഗേജ് ഒന്നും കാര്യമായിട്ടില്ലല്ലോ. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയാ, ലഗേജ് നിറയെ ഉള്ള ഒരു കരയാണ്, ലഗേജ് ഇല്ലാത്ത നമ്മൾ ചിരിച്ചാനന്ദിച്ച് കളിക്കുകയാണ്. നമ്മുടെ കയ്യിൽ എന്താ ലഗേജ് ഉള്ളത്? എന്താ ഉള്ളത്?